Welcome Nippon Toyota. അത്യാവശ്യം നമുക്ക് നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന പോലെ ശരിക്കും ഒരു മിനി SUV ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ബി എന്ന് പറഞ്ഞ മോഡൽ എന്താ ഡി കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും നല്ല ഓട്ടമുള്ള ഒരാൾക്ക് എടുക്കാൻ എപ്പോഴും നല്ലത് ഹൈബ്രിഡ് വണ്ടി. എത്ര വന്നിട്ട് ഓൺ റോഡ് നമുക്കൊരു G ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ, പക്ഷെ ഇത്ര എഫിഷ്യന്റ് ആയിരിക്കില്ല, ഇത്രയും മൈലേജ് കിട്ടില്ല. നമുക്ക് ഈ പവർ ഡിഫറൻസ് ശരിക്കും പെട്രോളും ഹൈബ്രിഡ് ഭയങ്കര മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. അതിനൊരു ചെറിയൊരു ബാറ്ററിയുടെ ടോർക്കിലേക്ക് ഒരു അസിസ്റ്റ് വരുന്നുണ്ട്, മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അല്ലേ. മൈൽഡ് ഹൈബ്രിഡ് നമുക്ക് നോർമൽ ഒരു പെട്രോൾ വണ്ടി കൊണ്ടു നടക്കുന്ന പോലെ എന്നാൽ അതിനേക്കാളും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഓടിക്കാനും പറ്റുന്നു. ഇതിലൊരു ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു CSU എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നല്ലൊരു വണ്ടിയാണ്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇലക്ട്രിക്കിനേക്കാളും കുറച്ചുകൂടിയും ശരിക്കും പ്രാക്ടിക്കൽ എന്ന് തോന്നിയിട്ടുള്ളത് ഹൈബ്രിഡാണ്. മുമ്പ് മാനുവലിൽ മാത്രമേ ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഓട്ടോമാറ്റിക്കലും കൂടി അവർ ന്യൂ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ശരി. ഇതിൽ നമുക്ക് ശരിക്കും ഇപ്പൊ പെട്രോള്, ഹൈബ്രിഡ്, പിന്നെ ഒരു CNG ഓപ്ഷൻ അവൈലബിൾ തോന്നുന്നു. ഇപ്പൊ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ 25-ല്. ഇതാണ് 2025 ഹൈറൈഡർ അല്ലേ, പുതിയ അപ്ഡേറ്റഡ് മോഡൽ. പുതിയ അപ്ഡേറ്റഡ് മോഡലാണ്. ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടികൾ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്നുള്ളൂ വണ്ടികളൊക്കെ. Welcome Nippon Toyota.
നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഹൈറൈഡറിൻ്റെ വി ഓപ്ഷൻ അല്ലേ? അതെ അതെ, ഫുൾ ഹൈബ്രിഡ്. ഫുൾ ഹൈബ്രിഡ്. ഇതിലിപ്പോൾ വരുന്ന എഞ്ചിൻ ഏതാ? നമ്മൾ ടയോട്ടയുടെ എഞ്ചിൻ തന്നെയാണ്. ഹൈബ്രിഡ് ടെക്നോളജി ടയോട്ടയുടെ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. ആ, അപ്പോൾ ടയോട്ടയുടെ എഞ്ചിനാണ്. ഇതിൽ പ്ലാന്റ് നമ്മുടെ ടയോട്ടയുടെ പ്ലാന്റിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. സി പ്ലാറ്റ്ഫോമിൽ, ഗ്ലോബൽ സി പ്ലാറ്റ്ഫോം. ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് 1.5 ലിറ്റർ അല്ലേ? 1.5 ലിറ്റർ 3 സീറ്റർ. അതെ, ഇത് ഹൈബ്രിഡ്. ഹൈബ്രിഡ്. ഞാനിതിൽ ഈ ബി എന്ന് പറഞ്ഞ മോഡ് എന്താ? ഡി കഴിഞ്ഞിട്ട് നമുക്ക് അത് ബ്രേക്ക് റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അപ്പോൾ നമ്മളൊരു കുത്തിനായിട്ടുള്ളൊരു ഇറക്കം അങ്ങനത്തെ ഹില്ലിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ വരുമ്പോൾ നമുക്ക് ബിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ ബ്രേക്കിങ്ങും കിട്ടും. അത് ബാറ്ററികൾക്ക് കൂടുതൽ നമുക്ക് എനർജി കൂടുതൽ കയറും, റീജനറേറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഈ മറ്റേ വണ്ടികളൊക്കെ കാണുന്ന ലോ ഗേസ് കാണിക്കില്ലേ, 1, 2 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഗേസിന്റെ ഏകദേശം അതേപോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യും അല്ലേ? ഇറക്കത്തൊക്കെ നമുക്ക് തന്നെ എഞ്ചിന്റെ ബ്രേക്കിംഗ് കുറച്ച് കിട്ടും ചെയ്യും. അതിനൊപ്പം തന്നെ ബാറ്ററി റീജനറേറ്റ് ചെയ്യും. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ വേണമെങ്കിൽ ഇട്ട് നോക്കാം. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാൻ പറ്റും. റണ്ണിങ്ങിൽ ചെയ്യാൻ പറ്റുമോ? സ്റ്റോപ്പ് ചെയ്യണം. ഒരു പിടുത്തം വരണല്ലേ? സ്പീഡ് കുറച്ച് കുറഞ്ഞു, ബാറ്ററിയിലേക്കാണ് കൂടുതൽ ചാർജ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് വീന്ന് നേരെ ഡിയിലോട്ട് റണ്ണിങ്ങിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കത്തോ അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ചാർജ് അത്രയും ഫാസ്റ്റ് ആയിട്ട് കയറും. ഓ, നമ്മുടെ നോർമൽ ബ്രേക്കിംഗ് അതുപോലെ റീജനറേഷൻ സംഭവിക്കുന്നുണ്ടോ? ഓക്കെ. ഹൈ റൈഡറിൽ നമുക്ക് രണ്ട് ഒരു ടെക്നോളജിയാണ് വരുന്നത്. ഒന്ന് നിയോ ഡ്രൈവ് ടെക്നോളജിയും വരുന്നുണ്ട്, പിന്നെ HEV എന്ന് പറഞ്ഞുള്ള ടെക്നോളജിയാണ് വരുന്നത്. ഓക്കെ. അതാണ് ഹൈബ്രിഡ് ടെക്നോളജി. HEV എന്ന് പറയുന്നതാണ് ഹൈബ്രിഡ് ടെക്നോളജി. പിന്നെ ഈ നിയോ ഡ്രൈവിൽ തന്നെയാണ് ഓട്ടോമാറ്റിക്കും വരുന്നത്, മാനുവലും വരുന്നത്. നിയോ ഡ്രൈവ് എന്ന് പറയുന്നത് 1.5 ലിറ്റർ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ വരുന്നത്. പെട്രോൾ എഞ്ചിൻ. അതിനൊരു ചെറിയൊരു ബാറ്ററിയുടെ ടോർക്കിലേക്ക് ഒരു അസിസ്റ്റ് വരുന്നുണ്ട്. മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അല്ലേ? മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. പക്ഷെ ഇത്ര എഫിഷ്യന്റ് ആയിരിക്കില്ല. ഇത്രയും മൈലേജ് കിട്ടില്ല. കാരണം ബാറ്ററിക്ക് ഒരു സപ്പോർട്ട് നമുക്ക് അഡീഷണലി സെൽഫ് ഡ്രിവൺ ആണ് ബാറ്ററിയിൽ. ഓക്കെ. അത് ഹൈബ്രിഡിൽ മാത്രം സംഭവിക്കുന്നുള്ളൂ. അതായത് ഇതിലൊരു 79 bhp ഓളം എഞ്ചിൻ നിന്നും ബാക്കി bhp നമുക്ക് ബാറ്ററി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ വരുന്നത് നമുക്ക് അത് നിയോ ഡ്രൈവ് ടെക്നോളജി, നിയോ ഡ്രൈവിലാണ് വരുന്നത്. അതിലിപ്പോ പുതിയ വരുന്നുണ്ട്. മുമ്പ് മാനുവലിൽ മാത്രമേ ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇപ്പൊ ഓട്ടോമാറ്റിക്കലും കൂടി അവർ ന്യൂ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് അല്ലേ? 25 ഒരു ചെറിയ ഫീച്ചേഴ്സിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെ. എന്തൊക്കെയാണ് മെയിൻ മാറ്റങ്ങൾ സംഭവിച്ചാണ്? ഇപ്പൊ ഹൈബ്രിഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജി ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് വരുന്നുണ്ട്. അപ്പൊ അതില് വെന്റിലേറ്റഡ് സീറ്റ് വന്നിട്ടുണ്ട്. അത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പൊ ജി ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റിൽ വന്നിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് മുമ്പത്തേലും ഉണ്ടായിരുന്നു. 6 എയർ ബാഗ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇതില് കൂടാതെ ടയർ പ്രഷർ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം അത് അഡീഷണലി വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്. പിന്നെ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആയിട്ടുണ്ട് ജി ഓപ്ഷൻ. ജി ഓപ്ഷൻ എന്ന് പറഞ്ഞ പേരുണ്ടോ? അതിപ്പോ ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടികൾ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്നുള്ളൂ വണ്ടികളൊക്കെ. അതിൽ പ്രൈസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടോ? ചെറിയൊരു സ്ലൈറ്റ്ലി ഡിഫറൻസ് വന്നിട്ടുണ്ട്. എമൗണ്ട് ഒന്നും വ്യത്യാസം വരില്ല. എത്ര വരുന്നുണ്ട് ഇപ്പോൾ ഓൺ റോഡ്? നമുക്കൊരു ജി ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് 23 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. നമുക്കൊരു 20,000 രൂപയുടെ ആ ഡിഫറൻസ് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളൂ. അതിനുള്ള ഫീച്ചേഴ്സും എല്ലാം ആഡ് ആയിട്ടുണ്ടല്ലേ? നല്ലോണം മാറിയിട്ടുണ്ട്. നല്ല നല്ല ഫീച്ചേഴ്സുകളൊക്കെയാണ് മാറിയത്. ഈ എഞ്ചിൻ വൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ, അതിൽ മാറ്റം ഒന്നുമില്ല. അപ്ഡേറ്റ്സ് അല്ലാണ്ട് നമുക്ക് അപ്ഡേഷൻ കുറെ വന്നിട്ടുണ്ട്. അതല്ലാതെ ഷെല്ലിലോ ബാക്കിയുള്ള ഇതുകളൊന്നും മാറ്റമില്ല. ആദ്യത്തെ സർവീസ് 1000-ലും പിന്നെ 5000-ലും നമുക്ക് സർവീസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെ എല്ലാ 10,000-ലും ആണ് സർവീസ് വരുന്നത്. 10,000-ലുള്ള നമുക്കൊരു ആവറേജ് എത്ര വരുന്നുണ്ട് സർവീസ് കോസ്റ്റ്? അറൗണ്ട് ഒരു 4,000 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. നമുക്ക് ആക്സലേഷൻ ആവശ്യം കൊടുക്കുന്നത് കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറിക്കോളും, കുഴപ്പമില്ല. നമുക്ക് എത്ര ഡ്രൈവ് മോഡ്സ് ഉണ്ട്? നമുക്കൊരു 3 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. നോർമൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്കോ വരുന്നുണ്ട്, പിന്നെ സ്പോർട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോ ഒരു കുറച്ചും കൂടി ഒരു ഫാസ്റ്റിൽ പോകണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കാം. എക്കോയിലൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി വണ്ടി ഒന്ന് ഡ്രാഗ് ചെയ്യണ പോലെയൊക്കെ ഫീൽ ചെയ്യും. നമുക്ക് സ്പോർട്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി വണ്ടിക്ക് നല്ല പുള്ളിങ്ങും ഗിയർ വ്യത്യാസം വരും അല്ലേ?
ഇതിനൊക്കെ കുറച്ചുകൂടി നമുക്ക് എഫിഷ്യൻസി ഓറിയന്റഡ് ആയിട്ട് ഓടിക്കാം. അതിന്റെ രണ്ടിന്റെ ഇടയിൽ എടുക്കുന്ന ഒരു നോർമൽ മോഡ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി രണ്ടും കൂടി ഒരു ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു സ്പീഡിൽ. ഇതിൽ പിന്നെ സേഫ്റ്റി വൈസ് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത്? സേഫ്റ്റി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ABS EBD വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ടെല്ലാം എയർ ബാഗ്. ഇതിൽ നമുക്ക് ശരിക്കും ഇപ്പൊ പെട്രോള്, ഹൈബ്രിഡ്, പിന്നെ ഒരു CNG ഓപ്ഷൻ അവൈലബിൾ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു CSU എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നല്ലൊരു വണ്ടിയാണ്. അതായത് ഇപ്പൊ നമുക്ക് ഈ നോവലോട്ട് അല്ലെങ്കിൽ ഹൈക്രോസിലോട്ട് പോകാൻ അത്രയ്ക്ക് ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് എന്നാൽ ടൊയോട്ട തന്നെ നല്ലൊരു വണ്ടി എന്ന് ഉദ്ദേശിക്കുമ്പോൾ പറ്റിയൊരു വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന പോലെ ചെറിയ ഒരു മിനി SUV ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് ഇരിക്കുന്നത്. തീരെ താഴത്തോട്ടല്ല, പാർക്കിങ്ങിനും വലിയ ബുദ്ധിമുട്ടില്ല. 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്, നല്ല ക്യാമറയുണ്ട്, അധികം ഏരിയയും ആവശ്യം വരുന്നില്ല. പിന്നെ ഓടിക്കാനും ഭയങ്കര എളുപ്പമാണ്. അതായത് നമുക്കിപ്പോൾ വലിയ വണ്ടി ഓടിക്കുന്ന പാടോ കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ലൈറ്റാണ് കൊണ്ടുനടക്കാൻ. ഇത് നമുക്കിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്? ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി നമ്മളെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അലോട്ട്മെന്റിനനുസരിച്ച് നമുക്ക് വണ്ടികൾ കിട്ടും. ഇപ്പം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്നത് ഏത് വേരിയന്റ്? ഇതിന്റെ ഹൈബ്രിഡ് ഓപ്ഷനാണോ പോകുന്നത്, പെട്രോൾ ഓപ്ഷനാണോ പോകുന്നത്? നമുക്ക് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക്കലാണ് കൂടുതൽ ബുക്കിംഗ് വരുന്നത്. അതിലിപ്പോ ഹൈബ്രിഡും നല്ല രീതിയിൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് തന്നെയാണ്. ശരിക്കും നല്ല ഓട്ടമുള്ള ഒരാൾക്ക് എടുക്കാൻ എപ്പോഴും നല്ലത് ഹൈബ്രിഡ് വണ്ടി തന്നെയാണ്. മൈലേജ് ഒരു 27-28 ഒക്കെ കമ്പനി എത്ര പറയുന്നത്? 28-നെ എടുത്തായിട്ടാണ് കമ്പനി പറയുന്നത്. മൈലേജ് പറയുന്നത് എങ്ങനെ പോലെ 25 ഒക്കെ നമുക്ക് നമ്മുടെ റോഡുകളിൽ നമുക്ക് കിട്ടും. വേറെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് തന്നെ മെയിൻ ആയിട്ട്? പിന്നെ നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട്, ഇപ്പൊ G ഓപ്ഷനിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുൾ ഓപ്ഷനിലും വരുന്നുണ്ട്. ഹൈബ്രിഡില് രണ്ടിലും വരുന്നുണ്ട് വയർലെസ് ചാർജർ. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ആയിട്ടുള്ള വരുന്നുണ്ട്. നമുക്ക് വയേർഡ് ആയിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ വയർലെസ് ആയിട്ടും വരുന്നുണ്ട്. അതിപ്പോ G ഓപ്ഷനിലും വരുന്നുണ്ട്. അത് 3 വേരിയന്റിലും ഉണ്ട്. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് ബാക്കിൽ റിയറിൽ 2 Type-C ചാർജിങ് വരുന്നുണ്ട്, ഫ്രണ്ടിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടൊയോട്ട iConnect എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ വരുന്നുണ്ട്. അത് നമുക്ക് എല്ലാ വേരിയന്റിലും വരുന്ന ഒരു ഫീച്ചറാണ്. അതെന്താണ് ഫീച്ചർ എന്ന് പറയുന്നത്? അത് മൊബൈൽ കണക്ടിവിറ്റി ആണ് ഫീച്ചർ വരുന്നത്. നമുക്ക് 24/7 നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ്, അതേപോലെ തന്നെ നമുക്ക് സർവീസ് ബുക്കിംഗ്, പിന്നെ കിലോമീറ്റർ, നമ്മളെ വണ്ടിയുടെ റേഞ്ച്, അങ്ങനെ വണ്ടിയുടെ ലൊക്കേഷൻസ്, പിന്നെ നമ്മളെ വണ്ടിയുടെ ഒരു എത്ര കിലോമീറ്ററിന് നമുക്ക് ഫെൻസ് ചെയ്തിടാൻ പറ്റും. അപ്പൊ നമുക്ക് ആ കിലോമീറ്ററിന് അപ്പുറം നമുക്ക് വണ്ടി പോകണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ നോട്ടിഫിക്കേഷൻസ് വരും, വണ്ടിന്റെ ബോർഡർ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ടൊയോട്ടയുടെ iConnect ഫീച്ചേഴ്സ് ഉണ്ട്. അതും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഒരു സേഫ്റ്റി സേഫ്റ്റി നമുക്ക് വണ്ടീനെ നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വണ്ടീനെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിപ്പോ വേറൊരാൾ നമ്മുടെ വണ്ടി കൊണ്ട് പോവാണെങ്കിൽ അത് എവിടെ വേണം ഇങ്ങോട്ട് പറയാൻ പറ്റും. വണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. AC ഓൺ ചെയ്യാം. ടൊയോട്ട iConnect എന്ന് പറഞ്ഞല്ലേ? ഇതിന് സർവീസ് പാക്കേജ് അങ്ങനെ വല്ലതും ഉണ്ടോ? നമുക്ക് സ്മൈൽസ് എന്ന് പറഞ്ഞൊരു സർവീസ് പാക്കേജ് നമുക്ക് വരുന്നുണ്ട്. നമുക്കത് 2 വർഷത്തേക്കാണ് നിലവിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നത്. 2 വർഷത്തേക്ക് 10,000-ലും 20,000-ലും വരുന്ന സർവീസാണ് നമുക്ക് പാക്കേജ് ആയിട്ട് കൊടുക്കുന്നത്. നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ആ പാക്കേജ് എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് സർവീസിന് 10,000-ൽ നമുക്ക് കൊണ്ടുവന്നാൽ മതി. അത് ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ എടുക്കുന്നത്? പിന്നെ നമുക്ക് ഈ പാക്കേജ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും? അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് നമുക്കൊരു 40,000 വരെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ. 20,000 കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും 2 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബാറ്ററി വാറന്റി എത്ര ഉണ്ട്? ബാറ്ററി വാറന്റി നമുക്ക് നിലവിൽ 8 വർഷവും 1,60,000 കിലോമീറ്റർ ആണ് നമുക്ക്. വിച്ചെവർ കംസ് ഫസ്റ്റ് അല്ലേ? അതെ. അത് നല്ല ഓട്ടമുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ് വളരെ യൂസ്ഫുൾ ആണല്ലേ? വളരെ യൂസ്ഫുൾ ആണ്.
നമുക്ക് പെട്രോളിന്റെ ചെലവും വരുന്നില്ല, പിന്നെ നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമും വരുന്നില്ല. നമുക്ക് നോർമലി ഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചാർജിങ് ടൈം, പിന്നെ ലോങ് പോകുമ്പോൾ നമ്മളത് എപ്പോഴും ചാർജിങ് സ്റ്റേഷൻ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണം, എപ്പോഴും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, പ്ലാൻ ചെയ്ത് പോകേണ്ടി വരും. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. ഹൈബ്രിഡ് ആണ് ശരിക്കും കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് നോർമലി ഒരു പെട്രോൾ വണ്ടി കൊണ്ടു നടക്കുന്ന പോലെ എന്നാൽ അതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഓടിക്കാനും പറ്റുന്നു. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇലക്ട്രിക്കിനേക്കാളും കുറച്ചുകൂടി ശരിക്കും പ്രാക്ടിക്കൽ എന്ന് തോന്നിയിട്ടുള്ളത് ഹൈബ്രിഡാണ്. നമുക്ക് ഈ പവർ ഡിഫറൻസ് ശരിക്കും പെട്രോളും ഹൈബ്രിഡ് ഭയങ്കര മാറ്റം നമുക്ക് ഫീൽ ചെയ്യും ഓടിക്കുന്നത്. നമ്മൾ ഓടിക്കുന്ന ഹൈബ്രിഡാണ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോർമൽ ഡ്രൈവിംഗിൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പെട്രോൾ അപ്പോൾ ഇതിനേക്കാളും നമുക്ക് പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുമോ അതോ ഏകദേശം സെയിം ഇതാണോ? സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. പിന്നെ ഇതിൽ കുറച്ചും കൂടി ലൈറ്റ് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആണല്ലോ, അപ്പൊ ബാറ്ററിയുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ ബാറ്ററിയിൽ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് മൂവ് ചെയ്യണം. സഡൻ നമുക്കൊരു റഷ് ഫീൽ ചെയ്യുന്നല്ലോ, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും അപ്പൊ വണ്ടി ഫീൽ ചെയ്യുന്നത്. മറ്റേ ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ചും കൂടി നോയ്സി ആയിരിക്കും. അപ്പൊ വണ്ടി നമുക്ക് അറിയാൻ പറ്റും, വണ്ടി മൂവ് ആവണതും വണ്ടിയുടെ സ്റ്റാർട്ടിങ് അതൊക്കെ നമുക്ക് വണ്ടിനെ കുറിച്ച് കുറച്ചും കൂടി നമുക്ക് ആ എഞ്ചിന്റെ ഒരു നോയ്സ് വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ പെട്രോൾ യൂസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് അധികം ഓട്ടോ ഇല്ലാത്ത NRI വല്ലപ്പോഴും യൂസ് ചെയ്യുന്നവര്, സ്ഥിരം ഓട്ടോ ഇല്ലാത്തവർക്ക് പെട്രോൾ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് 2025 ഹൈറൈഡർ അല്ലേ, പുതിയ അപ്ഡേറ്റഡ് മോഡലാണ്. അപ്പൊ ഇതില് നമുക്ക് കുറച്ച് ആക്സസറീസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്സസറീസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹൈറൈഡർ എന്ന് പറഞ്ഞ ഹുഡ് എംബ്ലം, അതുപോലെ തന്നെ സൈഡ് ബീഡിങ് വരുന്നുണ്ട്, സൈഡ് വൈസർ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ആക്സസറീസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഡോർ എഡ്ജ് പ്രൊട്ടക്ടർ, അങ്ങനത്തെ കുറച്ച് ആക്സസറീസുകൾ ഇതിൽ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ലുക്കിലോ ഷേപ്പിലോ ഒന്നും ഒരു മാറ്റമില്ല. ഉള്ളിലേക്ക് വരുന്ന ഫീച്ചേഴ്സുകളാണ് മാറ്റുന്നത്. ഇപ്പോൾ ഫസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 8-way പവർ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇന്റീരിയറിൽ വരുന്ന ഷെയ്ഡ്, ഈ മുകളിൽ ക്ലോത്ത് മാറി മറ്റേ കുറച്ചുകൂടി ലൈറ്റ്, വളരെ ലൈറ്റ് മെറ്റീരിയൽ ആയിരുന്നു. ഇത് ഇത്രയും കട്ടിയായിട്ടുണ്ട്. അപ്പൊ ഹീറ്റ് റിജക്ഷൻ കൂടുതലായല്ലേ? അത് കുറയ്ക്കുക. നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇത് തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ. ഇന്റീരിയറിലൊക്കെ ഓൾമോസ്റ്റ് കോമൺ തന്നെയാണ്. നമുക്ക് ആ പഴയ കളറും ആ ഒരു ഇതൊക്കെ സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ബ്ലൈൻഡ് വന്നിട്ടുണ്ട്, സൺ ബ്ലൈൻഡ്സ് വന്നിട്ടുണ്ടല്ലേ? അതെ, അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഇതൊക്കെ ഇപ്പൊ അപ്ഡേറ്റഡ് വെർഷനിൽ വന്നതല്ലേ? വെർഷനിൽ വന്നിരിക്കുന്നത്. ഈ സീറ്റ് കളർ കോമ്പിനേഷൻ നമുക്ക് പഴയ മോഡലിലും സെയിം തന്നെ വരുന്നതാണ്. നമുക്ക് ഈ ക്രോം ഇൻസെർട്സ് ഒക്കെ ഇതിൽ വരുന്ന ഇൻബിൽറ്റ് വരുന്നതാണ്. ഈ സൺവൈസർ നമുക്ക് എക്സ്റേഡ് വരുന്നതാണോ? പിന്നെ ഈ പ്രൊട്ടക്ടറും കമ്പനി വരുന്നതാണ്. അത് ഈ ഓപ്ഷനിലോ വരുന്നത് അതോ എസ് തുടങ്ങിയിട്ടുണ്ട്? ഓക്കെ, ഇത് ഹൈബ്രിഡ് മോഡലല്ലേ? പുതിയ ഒരു ബാഡ്ജിങ് ആണ്, ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കിൽ ബൂട്ടില് നമുക്ക് മുമ്പ് വരുന്നത് നമുക്ക് സ്റ്റെപ്പിന് ഉണ്ടായിരുന്നു, അത് താഴോട്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പഞ്ചർ കിറ്റ് വരുന്നതല്ലേ? അതെ, കംപ്രസറാണ് വരുന്നത്. അതുപോലെ തന്നെ സൊല്യൂഷൻ വരുന്നുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണക്ട് ചെയ്ത് നമുക്ക് നമുക്ക് ഇനിയിപ്പോ അഡീഷണൽ സ്റ്റെപ്പിന് വേണമെന്നുണ്ടെങ്കിൽ ആക്സസറീസ്